ഹലോ ഫ്രണ്ട്സ്, നാളെ ഓഗസ്റ്റ് 1. നാളെ മുതൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളിനൊരുക്കമായി 15 നോമ്പ് ആരംഭിക്കുന്നു. ഈ അവസരത്തിൽ അമലാനഗർ സെന്റ് ജോസഫ് ചർച്ച് സ്റ്റുഡൻസ് കൗൺസിൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണമെന്ന വിശ്വാസ സത്യത്തിലേക്ക് വെളിച്ചം വീശുന്ന ഏതാനും ചില വസ്തുതകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. 1950 നവംബർ 1 12 പീസ് പാപ്പ അത്യുദാരനായ ദൈവം എന്ന ചാക്രിക ലയനത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. സഭ ഇന്ന് വരെ പ്രഖ്യാപിച്ചിട്ടുള്ള വിശ്വാസ സത്യങ്ങളിൽ ഏറ്റവും അവസാനത്തേതാണ് പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണം. കരേറ്റ് മാതാവിൻ്റെ തിരുനാൾ അഥവാ മാതാവിൻ്റെ വാങ്ങിപ്പു തിരുനാൾ എന്നീ 2 പേരുകളിൽ കൂടി ഇതറിയപ്പെടുന്നു. CCC 974 മറിയത്തിന്റെ സ്വർഗാരോപണത്തെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകുന്നുണ്ട്. ഏറ്റവും പരിശുദ്ധയായ കന്യകാ മറിയം അവളുടെ ഭൗമിക ജീവിതം പൂർത്തിയാക്കിയപ്പോൾ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അവിടെ അവൾ തന്റെ പുത്രന്റെ പുനരുത്ഥാനത്തിന്റെ മഹത്വത്തിൽ പങ്കുചേരുകയും അവിടുത്തെ ശരീരത്തിന്റെ എല്ലാ അംഗങ്ങളുടെയും പുനരുത്ഥാനം മുൻകൂട്ടി അനുഭവിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ കന്യകയുടെ ഏറ്റവും പ്രധാന തിരുനാളായ സ്വർഗാരോപണം കത്തോലിക്ക സഭയിൽ കടമുള്ള ദിവസമായി ആചരിക്കുന്നു. സ്വർഗാരോപണ തിരുനാളിൻ്റെ ഒരുക്കമായി 15 നോമ്പെടുക്കുന്ന പാരമ്പര്യം സഭയിൽ ആദിമകാലം മുതലേ നിലവിലുണ്ട്. വിശ്വാസികൾ ഏറെ വിശുദ്ധിയോടും ആദരവോടും കൂടി 15 നോമ്പ് ആചരിക്കുവാനുള്ള ആഹ്വാനം ഉദയം പേരൂർ സുനഹദോസിന്റെ രേഖകളിൽ കാണാം. മാതാവിനോടുള്ള സ്നേഹവും വണക്കവും പ്രഖ്യാപിക്കുന്നതാണ് 15 നോമ്പ്. സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1950-ലാണെങ്കിലും പാശ്ചാത്യ പൗരസ്ത്യ സഭകളിൽ 6-ാം നൂറ്റാണ്ടു മുതൽ ഈ തിരുനാൾ ആഘോഷിച്ചു വരുന്നതായി ചരിത്രം പറയുന്നു. ജന്മപാപമില്ലാതെ ജനിക്കുകയും പാപലേശമില്ലാതെ ജീവിക്കുകയും ചെയ്ത മറിയത്തെ ദൈവം നിത്യനിദ്ര നൽകി ആത്മശരീരങ്ങളോടെ ഉയർപ്പിച്ചു എന്ന വിശ്വാസത്തിൽ ആഴപ്പെടും തോറും അമ്മയുടെ പുണ്യങ്ങൾ ഓരോന്നും സ്വായത്തമാക്കാൻ 15 നോമ്പും സ്വർഗാരോപണ തിരുനാളും നമ്മെ പ്രാപ്തരാക്കട്ടെ. ഏവർക്കും സ്വർഗാരോപണ തിരുനാളിന്റെ പ്രാർത്ഥനാശംസകൾ നേർന്നുകൊണ്ട് ഈ 15 നോമ്പ് ആചരണം നാം എല്ലാവരിലും പരിശുദ്ധ അമ്മയിൽ വളങ്ങിയിരുന്ന പുണ്യങ്ങൾ പൂക്കുന്ന കാലമാകട്ടെ എന്ന വലിയ ആഗ്രഹത്തോടെ ഞാൻ നിർത്തുന്നു. നന്ദി.